പ്രായം അധികരിക്കും തോറും മനുഷ്യന് ഭ്രാന്തി കൂടി വരികയാണ്. അധികാരത്തിന്റെ ആർത്തി മൂത്ത് വരികയാണ്. അധികാരത്തിന്റെ അപ്പം നുണഞ്ഞിട്ട് തലച്ചോറിൽ മത്തായിട്ട് അത് പിന്നെ ക്യാൻസർ ട്യൂമറായി മാറുകയാണ്. വ്യക്തികൾക്കല്ലല്ലോ പ്രാധാന്യം, പ്രസ്ഥാനത്തിനല്ലേ? ആ പ്രസ്ഥാനം ഉന്നയിക്കുന്ന ആശയത്തിനല്ലേ? പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ വിഴുപ്പുകൾ ചുമക്കുന്നത്? എങ്ങോട്ടെങ്കിലും പോട്ടെ, ഇവിടെ കഴുതകളാകുന്നത് നമ്മൾ പൊതുജനമല്ലേ? നമ്മുടെ നികുതിപ്പണം കൊണ്ട് ജനങ്ങളുടെ ചെലവില് 1, 2, 3, 4, 5 വർഷം എന്നല്ല, ആയുഷ്കാലം മുഴുവൻ അങ്ങോട്ട് സുഖിച്ച് ജീവിക്കാൻ അങ്ങോട്ട് കരുതിയിരിക്കുകയാണ്. തിന്നും കുടിച്ചും ഉല്ലസിച്ചും തൂറിയും മെഴുകിയിട്ട് അങ്ങോട്ട് ആയുഷ്കാലം മുഴുവൻ കുടുംബസമേതം പൊതുജനത്തിന്റെ നികുതിപ്പണം കൊണ്ട് എന്താ സുഖം അല്ലേ? ഒരു MP-ക്ക് 6 നിയോജക മണ്ഡലത്തിന്റെ ചുമതലയുണ്ട്. 6 നിയോജക മണ്ഡലത്തിന്റെ ചുമതലയുണ്ട്. പിന്നെ എന്തിനാണ് ഒരു നിയോജക മണ്ഡലത്തിന്റെ ചുമതല മാത്രം വഹിക്കുന്ന MLA സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇങ്ങനെ വാശി പിടിക്കുന്നേ? നിയമസഭാ ഇലക്ഷനിൽ സീറ്റ് തന്നില്ലെങ്കിൽ പാർട്ടി വിടും. അങ്ങനെ തുമ്മിയാതെറിക്കണ മൂക്കാണെങ്കിലേ അങ്ങോട്ട് പോട്ടടോ. ഒരു തെരഞ്ഞെടുപ്പ് നേരിടാന് 1, 2, 3, 4, 5 ലക്ഷം റുപ്യ ഒന്നല്ല, കോടികളാണ്, കോടികള്. ഇതൊക്കെ ജനങ്ങളുടെ പണമാണ്, ജനങ്ങളുടെ പണം. നിലവിൽ MP ആയിരിക്കുന്ന ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ നാം പൊതുജനം അതങ്ങോട്ട് സഹിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിനും നമ്മുടെ നികുതി പണം കൊണ്ട് തന്നെയാണ് സർക്കാർ ഇതൊക്കെ നടപ്പിലാക്കുക. ഇത് കുന്താളിപ്പ് കൊണ്ടാണ് നിലവില് MP ആയിരിക്കുന്ന ആള് വീണ്ടും MLA സ്ഥാനത്തേക്ക് അവിടെ രാജിവെച്ചിട്ട് MLA സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വരുന്നത്. ഇനി ജയിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാര് മുഖ്യമന്ത്രി പദത്തിനും ആഭ്യന്തര പദത്തിനും വേണ്ടിയിട്ടുള്ള പിടിവലി വേറെയാകും. ഒരുപക്ഷെ കേരളത്തിലെ അധികാരം ലഭിച്ചു കഴിഞ്ഞാല് ക്യാബിനറ്റ് പദവി, അതായത് മന്ത്രി പദവി അലങ്കരിക്കാൻ വേണ്ടിയിട്ടാവും ഈ ആക്രാന്തം. പ്രായം അധികരിച്ചു കഴിഞ്ഞാല് കണ്ണിന് കാഴ്ച കുറയും, നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങൾക്കും വേഗത കുറയും, ഓർമ്മശക്തി കുറയും, പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാവില്ല. ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറി നിന്ന് കൊടുക്കണം. അതാണ് പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നത്. പുതിയ തലമുറ വരുമ്പോൾ പഴയതങ്ങോട്ട് നീങ്ങി നിന്ന് കൊടുക്കണം. അപ്പോൾ കുറച്ച് ബഹുമാനമൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഒരു വിലയുണ്ടാവില്ല. രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും സംഭവിച്ചിട്ടുണ്ടാവും, പല പ്രത്യാഘാതങ്ങളും സംഭവിച്ചിട്ടുണ്ടാവും. കേസിൽ കുടുങ്ങിയിട്ടുണ്ടാവാം, കള്ളക്കേസിൽ കുടുങ്ങിയിട്ടുണ്ടാവാം, ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാവാം, തിരിച്ചടി കൊടുത്തിട്ടുണ്ടാവാം, ജയിലിൽ പോയി കിടന്നിട്ടുണ്ടാവാം. ഇതൊക്കെ സാധാരണ പതിവാണ്. ഇതൊക്കെ നമ്മളും അനുഭവിച്ചിട്ടുള്ളതാണ്. എൻ്റെ ഒക്കെ മുന്നിൽ വെച്ചിട്ടാണ് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ എൻ്റെ അമ്മാവനെ വരെ പോലീസുകാർ മർദ്ദിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അന്ന് ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് നിന്നിരുന്ന പാർട്ടിക്കാരാണ് ഇന്ന് ഞങ്ങള് ശക്തിയോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രസ്ഥാനത്തിന്റെ കുളണ്ടർമാരായിട്ട് ഇന്ന് എന്റെ നാട്ടില് നടക്കണത്, വലിയ കുളണ്ടർമാരായിട്ട്. അങ്ങനെ വെച്ചാൽ ഞങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യണം? അപ്പൊ ഇതൊക്കെ സാധാരണ പതിവാണ്. വ്യക്തികൾക്കല്ല ഇവിടെ പ്രാധാന്യം, പ്രസ്ഥാനത്തിനാണ് പ്രാധാന്യം.